നമസ്കാരം. കേരള തീരത്ത് അപകടത്തിൽപ്പെട്ട MSC എൽസ 3 എന്ന കപ്പൽ മത്സ്യബന്ധന മേഖലയിൽ ഉണ്ടാക്കിയ നഷ്ടം വലുതാണ്. ഇതുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളും ഗ്രീൻ പീസ് ഇന്ത്യയും ചേർന്ന് ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധന മേഖലയിൽ പണിയെടുക്കുന്ന ആളുകൾക്കും MSC എൽസ കപ്പൽ മറിഞ്ഞതുമൂലമുണ്ടായ അപകടം എത്രത്തോളമാണ് ആഘാതമുണ്ടാക്കിയെന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത്. തിരുവനന്തപുരം കരിങ്കുളം ഗ്രാമപഞ്ചായത്ത്, കോസ്റ്റൽ സ്റ്റുഡൻസ് കൾച്ചറൽ ഫോറം എന്നിവയുടെ സഹായത്തോടെ ഗ്രീൻ പീസ് ഇന്ത്യ തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് കപ്പൽ ഛേദത്തിന് ശേഷം പുല്ലുവിള എന്ന ഗ്രാമത്തിൽ മാത്രം ശരാശരി മത്സ്യത്തൊഴിലാളി കുടുംബത്തിന് പ്രതിമാസം 25,000 മുതൽ 35,000 രൂപയുടെ വരെ നഷ്ടം സംഭവിച്ചതായി പറയുന്നു. കപ്പൽ അപകടത്തിന് 3 മാസം തികയുന്ന ഈ സാഹചര്യത്തിൽ പ്രതിഷേധ സംഗമവുമായി എത്തിയിരിക്കുകയാണ് മത്സ്യത്തൊഴിലാളികളും ഗ്രീൻ പീസ് ഇന്ത്യ അടക്കമുള്ള സംഘടനകളും. ഒരു വില്ലേജിൽ മാത്രമുണ്ടായത് ഏകദേശം 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ്, 1/2 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പ്രാഥമിക പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി. ഇതിനപ്പുറം കുറേ ഉണ്ടാകാം നമ്മൾ കാണാത്തതായിട്ട്. 25 മൈലേജിൽ പോയിട്ട് തിരിച്ചു പോയിട്ട് വന്നവനാണ് ഇത് നഷ്ടമായിട്ട്. വലം മൊത്തം കീറിപ്പോയി, ഇഞ്ചിന് മൊത്തം അടിച്ചുപോയി, വള്ളത്തിന് കേടുപാടായി. ഇനി ഒരു 65,000 രൂപയിൽ പുറത്ത് നഷ്ടമായി കഴിഞ്ഞു. അത് എനിക്ക് മാത്രമേ 65,000. തീരദേശ മോഷണം അന്ന് നഷ്ടപ്പെട്ടത് എത്ര ജനത്തിന് പറയാറ്. അന്ന് വിഴിഞ്ഞത്ത് നഷ്ടപ്പെട്ടവർ 125 കോടി രൂപയിൽ പുറത്തായി കഴിഞ്ഞു. അന്ന് വിഴിഞ്ഞത്ത് നഷ്ടം അന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ട് വിഴിഞ്ഞൻ്റെ അവസ്ഥ കയറിയവന്. MSC എൽസ 3 മറിഞ്ഞുണ്ടായ ഒരു അപകടം എന്ന് പറയുന്നത് ഒരു വലുതായിരുന്നു. അതിൽ മത്സ്യത്തൊഴിലാളികൾക്കുണ്ടായ ആഘാതം എത്രത്തോളം വലുതാണ്? ആഘാതത്തിൻ്റെ ഒരു ചെറിയ ഗ്ലിംസാണ് ഈ റിപ്പോർട്ടിൽ കൂടെ ഞങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്നത്. ഒരു വില്ലേജിൽ മാത്രമുണ്ടായത് ഏകദേശം 50 ലക്ഷം രൂപയുടെ നഷ്ടമാണ്, 1/2 കോടി രൂപയുടെ നഷ്ടമാണ് ഈ പ്രാഥമിക പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി. ഇതിനപ്പുറം കുറേ ഉണ്ടാകാം നമ്മൾ കാണാത്തതായിട്ട്. അതൊക്കെ കാണുകയും അതൊക്കെ പഠിക്കുകയും അതിനനുസരിച്ചൊരു കോമ്പൻസേഷൻ തരികയുമാണ് ഇപ്പോൾ കമ്പനി ചെയ്യേണ്ടത്. ഈ പഠനം തുടങ്ങുന്നത് എപ്പോഴാണ്? പഠനം 1 മാസം മുൻപാണ് തുടങ്ങിയത്. ഞങ്ങൾ 1 മാസം കൊണ്ടാണ് ഈ പഠനം പൂർണ്ണമാക്കിയതും ഡ്രാഫ്റ്റ് ചെയ്തതും. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്? ഞങ്ങൾ ആദ്യം ഇതിനെപ്പറ്റി സംസാരിച്ചു. അവിടെ വില്ലേജ് ഓഫീസിലും വാർഡ് ലെവൽ മീറ്റിംഗ്സും കണ്ടക്ട് ചെയ്ത് കമ്മ്യൂണിറ്റീസിനടുത്ത് സംസാരിച്ചു. അതിൽ നിന്ന് തന്നെ ഒരു 12 കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഉണ്ടായിരുന്നു ഡേറ്റ കളക്ട് ചെയ്യാൻ വോളണ്ടിയർ ചെയ്തവർ. അവർ മാപ്പ് വഴിയും അല്ലാണ്ട് സർവേ വഴിയും ഡേറ്റ കളക്ട് ചെയ്ത് കമ്പൈൽ ചെയ്തു. അത് ഞങ്ങളൊരു എക്സ്പെർട്ട്, റിബി എന്ന് പറയുന്ന പേരുള്ള ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടു കൂടി കമ്പൈൽ ചെയ്ത് റിപ്പോർട്ട് രൂപ ആക്കി. ഈ മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായിട്ടും ഈ കപ്പൽ മറിഞ്ഞത് എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത്? പ്രധാനമായിട്ടും ഇവർക്ക് എൻവയൺമെൻറ്റൽ ഡാമേജാണ് എല്ലാവരും പറയുന്നത്. അതിനുപരി സോഷ്യോ എക്കണോമിക് ഡാമേജസും ഉണ്ട്. ഒന്ന്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ വ്യക്തമായ ഡാമേജ് എന്ന് പറഞ്ഞാൽ വലകളും എഞ്ചിനുകളും നഷ്ടപ്പെടുക എന്നുള്ളതാണ്. വലകൾ കാരണം ഒരു വല നഷ്ടപ്പെടുന്നതുകൊണ്ട് 5 ലക്ഷം രൂപ വരെയാണ് ഇവർക്ക് നഷ്ടം. എഞ്ചിനുകളിൽ പ്ലാസ്റ്റിക് നൂഡിൽസ് കയറി സ്റ്റക്കായി എഞ്ചിൻ നിന്ന് അത് വർക്ക്ഷോപ്പിലായ കുറേ പേരുണ്ട്. ഇതിനൊക്കെ പുറമെ എൻവയൺമെൻറ്റൽ ഡാമേജ്, നമുക്കൊന്നും അറിയാത്ത ലോങ് ടേം ഡാമേജും ഉണ്ടായിരിക്കാം. ഇതൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ MSC എൽസ കമ്പനി ഈ 138 കോടി നാശനഷ്ടം എന്ന് പറയുന്നത് അവരെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ? അത് ഞങ്ങൾക്കും അറിയില്ല. അത് ഒരു പക്ഷേ വരുന്ന ഹിയറിങ്ങിൽ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും. ഇതൊക്കെയാണ് കുറച്ച് ചോദ്യങ്ങൾ എന്താണ് നമ്മളെല്ലാവരും ചോദിക്കേണ്ടതായിട്ടുള്ളത്. ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണ് പഠനം? ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? പഠനം ഈ പഠനത്തിൻ്റെ മോഡലുകളിൽ മറ്റുള്ള ലോക്കൽ ലെവൽ ഗവൺമെൻറ്റ്സും ഇത് അണ്ടർടേക്ക് ചെയ്ത് പ്രോപ്പർ എവിഡൻസ് കളക്ട് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് കമ്പനിക്കെതിരെ സംസാരിക്കണമെങ്കിൽ എവിഡൻസ് ആണ് വേണ്ടത്. ഇതൊരു തരത്തിലുള്ള എവിഡൻസ് ആണ്. താങ്ക് യു. എന്തൊക്കെയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് MSC 3 എൽസ മറിഞ്ഞത് മൂലമുണ്ടായ പ്രശ്നങ്ങൾ? ഇത് കപ്പൽ കമ്മുന്നതുള്ളത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഭയങ്കര നഷ്ടമാണ്. അന്ന് ഒരു 1.5 മാസം പോലും ആർക്കും നേരെ പണിക്ക് പോകാൻ പറ്റുന്നില്ല. അന്ന് മൊത്തം വരാൻ അപകടമാണ്. നമ്മളും പണിക്ക് പോകുന്ന ആൾക്കാരാണ്. 25 മൈലേജിൽ പോയിട്ട് തിരിച്ചു പോയിട്ട് വന്നവനാണ് ഇത് നഷ്ടമായിട്ട്. വലം മൊത്തം കീറിപ്പോയി, ഇഞ്ചിന് മൊത്തം അടിച്ചുപോയി, വള്ളത്തിന് കേടുപാടായി. ഇതെല്ലാം മത്സ്യബന്ധന മേഖല അവർ കണ്ടതാണ്. ഇതെല്ലാം അവർ കണ്ടിട്ടാണ് അവർ ഒപ്പിട്ട് തന്നത്. കാണിച്ചു തരാം. കണ്ടോ, സർക്കാർ അവർ ഒപ്പിട്ട് തന്നത്. അവർ ഇഞ്ചിന് നോക്കിയിട്ടുണ്ട്, വള്ളങ്ങൾ നോക്കിയിട്ടുണ്ട്, വലകൾ നോക്കിയിട്ടുണ്ട്. എല്ലാം നഷ്ടമായതാണ്. അന്ന് 70 എണ്ണ പോലെ നഷ്ടമായി. നമ്മൾ ഇത് ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് പണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെന്ന് പറഞ്ഞാൽ വർക്ക്ഷോപ്പിൽ ഇഞ്ചിന് കിടക്കുന്നു, വള്ളം കമത്തിയിട്ടിരിക്കുന്നു, വലകളില്ല. ഇതെന്തുകൊണ്ടും നമുക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. ഇത് തന്നാലേ പണിക്ക് പോകാൻ പറ്റത്തുള്ളൂ. ചേട്ടന് സ്വന്തമായിട്ട് എത്ര നഷ്ടം വന്നിട്ടുണ്ട്? ഇനി ഒരു 65,000 രൂപയിൽ പുറത്ത് നഷ്ടമായി കഴിഞ്ഞു. അത് എനിക്ക് മാത്രമേ 65,000. തീരദേശ മോഷണം അന്ന് നഷ്ടപ്പെട്ടത് എത്ര ജനത്തിന് പറയാറ്. തിരുവനന്തപുരം മേഖലയിൽ ഒരുപാട് നഷ്ടമുള്ളവർ. പിന്നെ അത് വടക്കൻ ജില്ലകൾ, അത് ഒരുപാട്. സർക്കാർ കണ്ണു തുറന്ന് നോക്കണം മത്സ്യത്തൊഴിലാളി മേഖലയെ. അവർ നഷ്ടമുള്ളവർക്ക് തീർത്തു കൊടുക്കണം. അവർ
ഇവർ തീർത്താൽ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതുവരെയായിട്ട് നഷ്ടപരിഹാരമായിട്ട് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒന്നും കിട്ടിയിട്ടില്ല, ഒരൊറ്റ പൈസ പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ MSC കമ്പനി പറയുന്നത് 132 കോടിയാണ് നഷ്ടം എന്നാണ് പറയുന്നത്. 132 കോടി എന്ന് പറഞ്ഞാൽ അന്ന് വിഴിഞ്ഞത്ത് നഷ്ടപ്പെട്ടവർ 125 കോടി രൂപയിൽ പുറത്തായി കഴിഞ്ഞു. അന്ന് വിഴിഞ്ഞത്ത് നഷ്ടം, അന്ന് ഒരു ദിവസം നഷ്ടപ്പെട്ട് വിഴിഞ്ഞൻ്റെ അവസ്ഥ കയറിയവന്. പിന്നെ തിരുവനന്തപുരം മേഖലയിൽ എത്ര കിടക്കുന്നു, കേരളത്തിൽ എത്ര കിടക്കുന്നു, ഇതെല്ലാം നോക്കണ്ടേ? ഇതൊന്നും ഇല്ലാതെ പ്രത്യേകിച്ച് ഒരു 132 കോടിയുടെ നഷ്ടം സാധാരണ ഒരു കണക്കായിട്ട് അവർ അവതരിപ്പിച്ചതാണ്. ആര്? സർക്കാർ? അല്ല MSC കമ്പനി. MSC കമ്പനി അവർക്ക് എന്തും പറയാമല്ലോ. അവർക്കെന്ന് പറഞ്ഞാൽ എന്തും തുറന്ന് പറയാൻ. അവർ വന്ന് നേരിട്ടൊന്ന് നോക്കട്ടെ, നോക്കിയാൽ അവർക്ക് അറിയാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഈ 65,000 രൂപയിൽ പുറത്തായി കഴിഞ്ഞാൽ എനിക്ക് മാത്രം 65,000. അന്ന് വന്നാൽ 10, 100, 150 പുറത്ത് പോയി വിഴിഞ്ഞ ഹാർബറിനകത്ത് കയറിയിട്ടാണ് അവർ എത്ര നഷ്ടമായി കഴിഞ്ഞു. ഇതിൽ ഇപ്പോൾ അന്ന് കപ്പൽ പറഞ്ഞതിന് ശേഷം മത്സ്യം കഴിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ളൊക്കെ വ്യാജ വാർത്തകൾ ഇങ്ങനെ പ്രചരിച്ചിരുന്നു. അതൊക്കെ വലിയ നഷ്ടത്തിലായിട്ടുണ്ടാവില്ലേ മത്സ്യത്തൊഴിലാളികൾ? അത് ഭയങ്കര തിരിച്ചടിയായിരുന്നു. അന്ന് കുറേ ദിവസം വരെ നമ്മുടെ മത്സ്യത്തിന് വാങ്ങിക്കാൻ ആളില്ലായിരുന്നു. എന്തെങ്കിലും കൊണ്ടുവരുന്ന മീനിന് വാങ്ങിക്കാൻ ആളില്ലായിരുന്നു. മീനിനൊക്കെ എന്ന് പറഞ്ഞാൽ ചീപ്പ് വിലയാണ്, ആരും വാങ്ങിക്കാതെ വിട്ടിട്ടിട്ട് പോണത്. അത് കഴിഞ്ഞിട്ടാണ് കുറേ റിപ്പോർട്ട് വന്ന് നമ്മളാണ് ആ മീൻ വാങ്ങിച്ചത്. ആ മീനിപ്പം കുറവാണ്, മീനില്ല. ഇന്ന് ഈ കപ്പൽ കമ്പുമ്പോൾ ഈ കപ്പൽ ഇതായപ്പം നമുക്ക് നമ്മുടെ കടൽ മേഖലയിൽ മത്സ്യം കുറവാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ പിടിക്കുന്ന വിഴിഞ്ഞത്താണ്. വിഴിഞ്ഞത്ത് പോയാൽ പറ്റാൻ അറിയാൻ പറ്റും. മീൻ തുച്ഛമായ മീനേ ഉള്ളൂ. ഈ കപ്പൽ വരയ്ക്കുമ്പോൾ ഇപ്പം നല്ല മീൻ ഇതായിരുന്നു, ഇപ്പം അതും ഇല്ല. ഭവിഷ്യത്താണ് ഇവിടെ മുന്നേറിയിരിക്കുന്ന ആൾ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും രീതിയിൽ ലോൺ എടുത്തും ബാങ്ക് വായ്പ എടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആ വല കയറിയ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ആനുകൂല്യം തന്നിട്ടില്ല. കൂടാതെ തന്നെ കണ്ടെയ്നർ അടിച്ചു കയറിയ ഭാഗത്തിൽ സർക്കാർ വന്ന് ആ സാധനങ്ങൾ വാങ്ങിയും അതോടൊപ്പം തന്നെ അവിടെ കെമിക്കലായിട്ട് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഇന്നും ബംഗാളികളെ വിട്ട് മുത്തും മറ്റു അനുബന്ധ സാധനങ്ങൾ അവർ അരിച്ചെടുക്കുകയാണ്. പക്ഷേ ഗ്രാമദേശമായ അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ഒരു മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കോ ഒരു മത്സ്യത്തൊഴിലാളി മക്കൾക്കോ ആ മത്സ്യത്തൊഴിലാളി മേഖലയിലുള്ള വീട്ടമ്മമാർക്ക് പോലും അവരത് പരിഹരിക്കാതെ ബംഗാളികളെ വെച്ചിട്ടാണ് ആ ജോലി ചെയ്യുന്നത്. അത് വളരെ അപൂർവമായ സങ്കടമാണ്. ഒരു മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും വലിയ ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കെമിക്കലായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ബലു എന്ന് പറയും, ഒഴുക്ക്, അതിലുണ്ടാകുന്ന കെമിക്കൽ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മത്സ്യം ഇപ്പം കിട്ടുന്നില്ല, വളരെയേറെ കഷ്ടമാണ്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ ഈ സർക്കാർ മുതിർന്നു വരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലയും മറ്റും അനുബന്ധ സാധനങ്ങൾ നഷ്ടപ്പെട്ട ഞങ്ങൾക്ക് തന്നെ സഹായിക്കണമെന്ന് ഞാൻ ഈ വേദിയിൽ സർക്കാരോട് ആവശ്യപ്പെടുകയാണ്. രണ്ടാമത്, ഞങ്ങളുടെ ഗ്രാമപ്രദേശങ്ങളിൽ തീരദേശ മേഖലയിൽ ഈ മുത്ത് എന്ന് പറയുന്ന ആ സാധനം അരിച്ചെടുക്കുമ്പോൾ ആ ബംഗാളികൾക്ക് കൊടുക്കാതെ അവിടെയുള്ള ഗ്രാമവാസികൾക്ക് ഈ ജോലി തന്നെ തന്നെ സഹായിക്കണമെന്ന് ഈ സംഘടനയോടും സർക്കാരിനോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. നന്ദി. Subscribe to One India and never miss an update.